നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് രൂപീകരണ വേളയിലും മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോഴും നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മിയെ ഒഴിവാക്കിയെന്ന ആക്ഷേപം സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളിലും പിന്നീടും താൻ ഉണ്ടായിരുന്നതാണെന്നും എന്നാൽ സംഘടന രൂപീകരിച്ചതും മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ചലച്ചിത്ര താരവും ആക്ടിവിസ്റ്റുമായ മാല പാർവതിയെയും സംഘടനയുമായി സഹകരിപ്പിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം ഉൾപ്പെടെയുള്ള ചലച്ചിത്ര കൂട്ടായ്മകളിലെ സജീവ സാന്നിധ്യമായ ഭാഗ്യലക്ഷ്മി സിനിമയ്ക്കകത്തും പുറത്തുമുള്ള വിഷയങ്ങളിലും സ്ത്രീ പ്രശ്നങ്ങളിലും സാമൂഹിക വിഷയങ്ങളിലും ഇടപെടൽ നടത്തുന്ന ആൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നെങ്കിലും സംഘടനാ ഭാരവാഹികൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. CPIM നേതാവ് ഉൾപ്പെട്ട വടക്കാഞ്ചേരി പീഡനാരോപണത്തിലും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭാഗ്യലക്ഷ്മി പരസ്യ നിലപാടെടുത്തിരുന്നു. വടക്കാഞ്ചേരി പീഡനാരോപണത്തിലെ ഇരയെ മുഖ്യമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ലെന്ന ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവന ഏറെ വിവാദമാവുകയും ചെയ്തു. പിന്നീട് CPIM നേതൃത്വത്തിലുള്ള പൊതുപരിപാടികളിൽ നിന്ന് ബോധപൂർവം തന്നെ മാറ്റി നിർത്തുന്നതായും ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞിരുന്നു. പിണറായി സർക്കാരിൽ 100% നിരാശയാണെന്ന മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഭാഗ്യലക്ഷ്മിയുടെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. വിനോദ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.